പൊട്ടനും പണ്ഡിറ്റും പിന്നെ പുഴുക്കളും. രംഗത്ത് ശ്രീമതി ഗ്രേസി ശ്രീകാന്ത്, സർവശ്രീ പത്മാലയം വിജയകുമാർ, വൈക്കം രാമു, വിദ്യാധരൻ മുട്ടത്തറ, മണിക്കുട്ടൻ ചവറ, ഡോക്ടർ സജീഷ്, ശ്രീ ജോസഫ് വി എം, വേണുകുമാർ, ദിലീപ് ദേവ്, പ്രവീൺ ലാൽ, അജയ് മാത്യു, അരുൺ എസ്. ചമയം വസ്ത്രം ശശി പൂജപ്പുര. ശബ്ദം വെളിച്ചം അജന്ത. സാങ്കേതിക സഹായം അഭിലാഷ്. രചനാ സംവിധാനം ഡോക്ടർ തോമസ് മാത്യു. പൊട്ടനും പണ്ഡിറ്റും പിന്നെ പുഴുക്കളും. മോനിപ്പോ എന്താ പാടിയത്? നോക്കട്ടെ, എന്താ ഇത്? ഓ, സൺഡേ മാത്രം വർക്കിംഗ് ഡേ, മറ്റു ദിവസങ്ങൾ ഹോളിഡേ അല്ലേ? ഒന്ന് പാടിക്കേ, ഞാനൊന്ന് കേൾക്കട്ടെ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കി ദിവസങ്ങൾ ഹോളിഡേ. നീ എന്താ പാടിയത്? ഡാഡി, നീ എന്റെ വേഷം ധരിച്ച് എന്നെ അന്വേഷിച്ച് കളിയാക്കുകയല്ലേ? നീ എന്നെ ഡാഡിനെ എന്ന് വിളിച്ചത്? മോണിറ്റർ ഞാനാണല്ലോ. ടീച്ചറിന്റെ ഭാഷയിൽ ചട്ടമ്പി. എന്നെ പറയാൻ അനുവദിക്കണം. പറഞ്ഞോളൂ. ഞങ്ങള് വാർഷികത്തിനുള്ള പാട്ട് റിഹേഴ്സൽ ചെയ്യാറ്. അതെ, വലിയൊരു സന്തോഷമുണ്ട് ടീച്ചർ. ഈ പാട്ട് എഴുതിയതും സന്തോഷം, സംഗീതം കൊടുത്തതും സന്തോഷം. അതുകൊണ്ട് തീർന്നില്ല, ഈ പാട്ടെല്ലാം അപ്പൊ തന്നെ സീഡിയിലാക്കി നമ്മുടെ തായങ്കരി നല്ല സീഡിയാക്കി എല്ലാ പിള്ളേർക്കും കൊടുക്കുകയും ചെയ്തു. ആണല്ലേ? നീ മിണ്ടരുത്, നിനക്ക് രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട്. ചേട്ടാ, നീ എന്താ പറഞ്ഞത്? സൺഡേ മാത്രം വർക്കിംഗ് ഡേ. സൺഡേ എന്താ ആംഗലേയ ഭാഷയാണ്. വർക്കിംഗ് ഡേ ആംഗലേയ ഭാഷയാണ്. ആംഗലേയ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല ഈ വിദ്യാലയത്തിൽ, മനസ്സിലായോ? ഞാൻ എന്തിനാ ഈ ശബ്ദ കാലാവലി ഇങ്ങനെ നിന്നോട് അടുപ്പിച്ച് നടക്കുന്നത്? വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ 54 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തത്? ആൾക്കാർ മരണത്തിൽ ഭയമുള്ളതുകൊണ്ട്. ആംഗലേയ ഭാഷ ഈ വിദ്യാലയത്തിൽ ഉപയോഗിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ടീച്ചറെ എല്ലാരും മിസ് ശ്രീകണ്ഠേശ്വരൻ എന്ന് വിളിക്കുന്നത്. മിണ്ടിപ്പോവരുത്, മിണ്ടരുത്. ശരി, ഞാൻ ചട്ടമ്പിയല്ലേ? ചട്ടമ്പിയാണ്. നിന്നോട് ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ?
മനസ്സിലായി. ആ അയ്യോ ടീച്ചർ, എന്താ? ഞാൻ പാട്ട് എഴുതുന്ന ടീച്ചർ. വേണ്ട, നീ എഴുതിക്കോ, ഇഷ്ടംപോലെ എഴുതിക്കോ, ഞാൻ പാടുന്ന ടീച്ചർ. പാടിക്കോ, ഇഷ്ടംപോലെ പാടിക്കോ, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല ടീച്ചർ. ഇഷ്ടംപോലെ സംസാരിച്ചു. ഇയാൾ മാറിയില്ല. ഇയാൾ ആരെങ്കിലും എന്തെങ്കിലും എഴുതിയ കുട്ടി വരയ്ക്കൊക്കെ തിരുവനന്തപുരത്ത് ഉടനെ അതൊന്ന് വ്യാപിച്ചില്ലാത്ത നീയല്ലേടാ. പിന്നെ രണ്ടിനെ ഞാൻ ഇതിനകത്ത് എത്തിച്ചിട്ടില്ല. ഇല്ല ടീച്ചർ, ഇങ്ങനെ വ്യാഴത്തിന്റെ ഇറക്കില്ല. ഈ ഇഷ്ടംപോലെ വ്യാജത്തിന്റെ, പക്ഷേ ഈ മതിലിന് വെളി ഇനി ഇവിടെ ഞാൻ വെച്ച് പഠിക്കില്ല. ഇറങ്ങ് വെളിയിൽ, ഇറങ്ങ് വെളിയിൽ, ഇങ്ങോട്ട് വരാൻ ഇത് ഞാൻ മാറോട് അടുത്ത് പിടിക്കണം. എന്താ ഇത്? എന്താ അടിയാണ് നമ്മുടെ ഒരു മുഖമാണ്. അതെ സുമൻ, അതെ സന്തോഷം, അതെ സന്തോഷം വിവരക്കേടുണ്ട്. നാലുപേർ കവിതയാണ്. അതെ വിവരമില്ലാത്തതുകൊണ്ട് നാല് മുഴുവൻ കേരളത്തിലുള്ള ഈണം വീട് കിട്ടി. അവനത് മനോഹരമായി ആവിഷ്കരിച്ചു. ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈണം വീണത്. അതെ അതെ സുമൻ, അത് മറ്റുള്ളവർ കൂടി കേട്ടിട്ട് നല്ല ഉദ്ദേശത്തോടുകൂടി ഓരോരുത്തർ വ്യാപിപ്പിച്ചു. എന്താ മൃഗീയമായ ഓർമ്മയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ധരിക്കുന്നത് വളരെ മൃഗീയമായ ഓർമ്മയാണ്. അതെ, ഇത് നമ്മൾ ഉത്സാഹിക്കുന്നു. എന്താണ് ഇതിനുള്ള ഉദ്ദേശം? ഈ തരത്തിൽ മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ വെറും ശുഭതരമാണ്. ഈ പ്രധാന അധ്യാപികയുടെ ഈ പ്രവൃത്തി ഞാൻ പുല്ലുവില കത്തിക്കുന്നു. മോനെ രാജ, നീങ്ങില്ലേ നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ചുംബത്തരം അല്ലേ? അങ്ങനല്ല പറയുന്നത്. ചുംബ, ചുംബൻ, ചുംബത്വം. ആ അതെ, അങ്ങനെ വേണം പറയാം. ചേട്ടമ്പേ, അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കും. 956 പേരില്ലേ ടീച്ചർ? അതെ. ശുംഭ, ശുംഭ എന്ന് പറഞ്ഞത് ശോഭ എന്നാണ്. ശോഭ, പ്രകാശം. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അങ്ങനെ പിന്നെ പ്രകാശം, അതായത് അന്ധരും ദളിതരും മൂകരുമായ മന്ദബുദ്ധികളായ ഞങ്ങളുടെയൊക്കെ മനസ്സിലെ പ്രകാശം പരത്തുന്ന ശുംഭ, ശുംഭ ടീച്ചർ. അപ്പൊ എല്ലാവരും പോയി അവരവരെ ഇരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. അയാൾ ഒലക്കര കൊട്ടക്കാണ്ട് പറഞ്ഞു പോണതാ. അപകടം പറ്റില്ല. കൊണ്ടുവയ്ക്കാതെ ഞാൻ വിടാതാണ്. ഞാൻ വിളിക്കാറ്, ഞാൻ മൂത്ത് വിളിക്കാൻ പോയില്ലേ? അത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. കൊണ്ടുപോയി നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പൊ പിരിഞ്ഞു പോയ മുഖ്യ അധ്യാപകൻ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. എനിക്കൊരു പരാതി പറയാനുണ്ട്. ഈ മതിലിന്റെ പുറത്ത് ഐസ്ക്രീം കച്ചവടം പകുതിയായി നടക്കുന്നു. അല്ല, ഇപ്പൊ ഇവിടെ നമ്മൾ തിരിഞ്ഞു പോയ സാറുകൾ ഇതൊക്കെ പറയാൻ എന്റെ അനുവാദം വേണോ സാറേ? ധൈര്യമായിട്ട് പറഞ്ഞ സാറേ. എത്രയും വേഗം ഇടപെടണം. കാരണം ഇവിടെ മുഖ്യ അധ്യാപകനായിരുന്നപ്പോ പല പരാതികളും അയച്ച് നമ്മുടെ സ്കൂളിന്റെ മാനേജർ പോലും ഇപ്പൊ ദുർഗുണ വാർത്താവിലാണ്. എത്രയും വേഗം ഇടപെടണം. എനിക്ക് ആരോടും ഒരു പകയുമില്ല. ടീച്ചറിന് ഇടപെട്ടാൻ പറ്റും. തീർച്ചയായും പരിശോധിച്ച് എന്താണെന്ന് അല്ലെങ്കിൽ ഞാൻ മോളിലേക്ക് പരാതി കൊടുക്കും. അത് ആരൊക്കെയാണ് ഞാൻ ഇവിടുത്തെ ഐസ്ക്രീം കഴിക്കുന്നുണ്ടോ? ഈ കുട്ടികളെല്ലാവരും
ഇല്ല, ഞാൻ ഐസ്ക്രീം ഒന്നും കഴിക്കുന്നില്ല. 24 മണിക്കൂർ എന്റെ മുറി തുറന്നിട്ടിരിക്കുകയല്ലേ. അവിടെ ഞാൻ എപ്പോഴും ഐസ്ക്രീം കഴിക്കുന്നത്? അല്ല, വേണ്ടത് ചെയ്യാം. കൂടുതലേ നമുക്ക് നടപടി എടുക്കാം. ഞാൻ പോയി എന്ത് കാണിക്കട്ടെ? ക്ഷമിക്കേ. പിന്നെ വേറൊരു കാര്യം, ഇയാൾ ആരാണെന്ന് വിചാരിച്ചത്? പൊട്ടൻ. നമ്മുടെ പ്രധാന അധ്യാപികയെ മിസ്സസ് ശ്രീകണ്ഠേശ്വരം. മിസ് ശ്രീകണ്ഠേശ്വരം. ഇയാൾക്ക് എന്ത് പറയാനൊരു അധികാരം? പൊട്ടൻ. പ്രധാന അധ്യാപിക എന്ന് വിളിക്കണ്ടേ? ഐസ്ക്രീം കഴിക്കുന്നു പോലും. ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ട് ഇയാൾക്ക് എന്താ കുഴപ്പം? അതെ, ഒരു സത്യം, ഈ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഐസ്ക്രീം കഴിക്കാൻ നേരത്ത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കൈ വെച്ച് ഇങ്ങനെ കോരി പൊക്കി എടുക്കുമ്പോ പൊങ്ങത്തിന്റെ അതാണ് ഇത് സത്യം. ഇതിന് ഞരമ്പ് രോഗം എന്നാ പറയുന്നത്. പക്ഷേ ചെറുപ്പക്കാരുടെ ഭാഷയിൽ ഇതിന് കാമഭ്രാന്തെന്നും പറയാം നമ്മുടെ ഭാഷയില്. അത്രയോ എന്താ ഇവിടെ ടീച്ചറെ, ഇവിടെ എന്ത് നടന്നതിന് മുഴുവൻ മൊത്തവും ചില്ലറയായിട്ട് ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. അല്ല, എന്നാലും എനിക്കറിയാം എന്താ ഇപ്പൊ പറഞ്ഞത്. അല്ല, ഇവിടെ ചില പദപ്രയോഗങ്ങൾ നടത്തി അതിന് ഞാൻ മാപ്പ് പറയുന്നു. അങ്ങനെ മാപ്പ് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇപ്പൊ പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ. അതെ. പൊട്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞേ അറിയില്ലേ ടീച്ചർക്ക്? ഞാൻ പറഞ്ഞുതരാം. നോക്കി പറഞ്ഞാൽ ഇതിന്റെ 6000 പൊട്ടൻ. അയ്യോ, പൊട്ടൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് ടീച്ചറെ. ദൈവം കണ്ണൂർ ഏരിയകളിൽ, കണ്ണൂർ പ്രദേശങ്ങളിൽ ദൈവത്തിനാണ് പൊട്ടൻ ദൈവം എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലേ? ദൈവമാണ് ടീച്ചർ. എത്ര ഭയഭക്തി ഭഗവാനത്തോട് അദ്ദേഹത്തെ പൊട്ടൻ ദൈവം എന്നാണ് വിളിച്ചത്. പിന്നെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. പൊട്ട് കുത്തുന്നവൻ പൊട്ടൻ. അതായത് തിലകമണിഞ്ഞവൻ തിലകൻ എന്ന് പറയുന്ന പോലെ പൊട്ട് ചാർത്തുകൾ, അതായത് ആ അഭിമാനത്തിന്റെ അന്തത്തിന്റെ പൊട്ട് ചാർത്തുന്നവൻ പൊട്ടൻ. അപ്പൊ പൊട്ട് കുത്തിയവൾ പൊട്ടി. അല്ല ഇത്രയും ദൈവമായില്ലേ? അല്ല, അപ്പോ കാമഭ്രാന്തെന്ന് മേടിച്ചോ പറഞ്ഞല്ലോ. കാമഭ്രാന്തം പറഞ്ഞു. അതെ, അത് ഈ ബുക്കിൽ കാണൂല ടീച്ചർ. അതെന്താ? ഞാൻ പറഞ്ഞു. ശരിക്കും യഥാർത്ഥത്തിൽ കാമഭ്രാന്ത് എന്ന് പറഞ്ഞത് ഹിന്ദി വാക്കാണ് ടീച്ചർ. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഡിക്ഷണറിയിൽ ഇതുണ്ട്. ശരിക്കും പറഞ്ഞിരിക്കുന്നത് കാമഭ്രാന്തെന്നാണ്. അതായത് കാം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ് ടീച്ചർ അർത്ഥം. മസ്തൂർ കാർഖാനേമേം കാം കർത്താ ഹൈ. മസ്തൂർ കാർഖാനേമേം കാം കർത്താ ഹൈ. മാനവ പ്രവൃത്തി ചെയ്യുന്നു. തൊഴിലാളി കൽക്കരി ഖനികളിൽ പ്രവൃത്തി ചെയ്യുന്നു. അതാണ്. അപ്പോൾ അത് ഈ ജോലി ചെയ്യുന്നതിനുള്ള ആവേശം കൂടി വരുമ്പോ ഒരു ഭ്രാന്തിന്റെ ആവേശത്തിൽ വരുമ്പോഴാണ് ഇതാ എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഹിന്ദി ഡിക്ഷണറിയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇല്ല, അതിലില്ല. ഇതില് കാമഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വർക്കഹോളിക് എന്നാണ് അർത്ഥം. വർക്കഹോളിക്. കാരണം മലയാളികൾ ആൽക്കഹോളിക് എന്ന് പറയുന്ന പോലെ കാമഭ്രാന്ത് വർക്കഹോളിക്. അത് ശരിക്കും അവൻ ഹിന്ദി ടീച്ചർ പഠിപ്പിച്ചത് ഓർത്ത് വിളിച്ചു പോയത്. അത് ടീച്ചർ മറന്നു കളയണം. അങ്ങനെ ടീച്ചർ മാപ്പ് എത്ര വേണേലും ചോദിക്കാം. എന്നും രാവിലെ ഞാൻ മാപ്പ് ചോദിക്കാൻ റെഡിയായിട്ടാണ് പോയി വരുന്നത്. പക്ഷേ ഞാൻ മാപ്പ് ചോദിക്കും. ഇതിലൊന്നും ഒരു തീരുമാനം മാപ്പ് ചോദിക്കാം. വീടാളത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. എന്താണെന്നറിയാം, ക്ലാസ്സിൽ നിന്ന് ആദ്യം തന്നെ 2 പേരെ പുറത്താക്കി. വളരെ കുറച്ച് പിള്ളേരെ ഇനി ഒരാളെ കൂടെ പുറത്തിയാൽ ഡിവിഷൻ നിൽക്കും. നമ്മൾ പുറത്തു പോകും. ഡിവിഷൻ പോറാവാതിരിക്കാനെങ്കിലും ഒരു മാപ്പ് ചോദിച്ച് ഞാൻ പറഞ്ഞു തരാം ടീച്ചർ. ഞാൻ പറഞ്ഞു കൊടുക്കാം, ഫോൺ ചെയ്ത് കൊടുക്കാം. എല്ലാവരും കൂടെ കണ്ട ആ ഒരു ആവേശത്തിൽ എല്ലാവരെയും കൂടെ കണ്ട ആവേശത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ മാപ്പ് ചോദിച്ചു വേദനിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു മകനാണ്.
ഒരച്ഛനെ വേട്ടയാടുന്നവർക്ക് വേണ്ടി, വേട്ടയാടപ്പെടുന്നവർക്ക് വേണ്ടി അവർക്കെതിരെ ഒന്ന് രണ്ട് വാക്കുകൾ എന്റെ ബന്ധുക്കളുടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ആവേശം തലയ്ക്ക്